ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ നമ്മുടെ സാംസങ്ങിന്റെ 1 UI 6.1 അപ്ഡേറ്റ് ഇപ്പോൾ കുറേ ഡിവൈസുകൾക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഇഷ്യൂ വന്നേക്കുന്നത് നിങ്ങളുടെ ഇപ്പോൾ സാംസങ്ങിന്റെ S21 FE അല്ലെങ്കിൽ സാംസങ്ങിന്റെ S21 സീരീസിലത്തെ ഏതെങ്കിലും ഒരു ഫോൺ ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ സൂക്ഷിക്കാൻ മറക്കണ്ട. പ്രത്യേകിച്ച് ഇത് ഔട്ട് ഓഫ് വാറണ്ടി ഡിവൈസ് ആണെങ്കിൽ ഇപ്പോൾ കുറേ S21 FEക്കും അതുപോലെ തന്നെ കുറേ S21 അൾട്രയ്ക്കൊക്കെ ഗ്രീൻ ലൈൻ ഇഷ്യൂ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ യൂറോപ്യൻ മാർക്കറ്റിലേക്കാണ് ഇത് റിപ്പോർട്ട് അയക്കുന്നത്. ഇപ്പോൾ ഇന്ത്യയിലൊന്നും ഇങ്ങനെ റിപ്പോർട്ട് വന്നിട്ടില്ല, പക്ഷേ വരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു ഔട്ട് ഓഫ് വാറണ്ടി ഈ പറഞ്ഞ മോഡലിൽ ഏതെങ്കിലും ഫോൺ ഉണ്ടെങ്കിൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് മുമ്പ് ഒന്ന് സൂക്ഷിക്കാൻ മറക്കണ്ട. അല്ലെങ്കിൽ കുറച്ച് കാലം ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് മാത്രം അപ്ഡേറ്റ് ചെയ്താൽ മതി. എന്ന് വെച്ചാൽ ഞാൻ ചുമ്മാ വെച്ച് പറയുന്നതല്ല, നമുക്ക് ഇതിൻ്റെ കാര്യം ന്യൂസ് സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിൻ്റെ ന്യൂസ് സംഭവം ഞാൻ ജസ്റ്റ് ഒന്ന് സ്ക്രീനിൽ കാണിക്കാം. ഇതാ കണ്ടോ, ഇത് കുറേ ഡിവൈസിൽ ഇപ്പോൾ S21 സീരീസിലത്തെ കുറേ ഫോണുകൾക്ക് ഇതിപ്പോൾ റിപ്പോർട്ട് ആവുന്നുണ്ട്. പുറത്തുനിന്നാണ്, ഇന്ത്യയിലത്തെ അല്ല. പക്ഷേ ഇവിടെയും ഉണ്ടാവാം. പ്രത്യേകിച്ച് നമ്മുടെ S21 FE ഒക്കെ സീരീസ്, നമ്മുടെ എന്താ പറയുക, സ്നാപ്ഡ്രാഗൺ അല്ലാത്ത അവരുടെ എക്സിനോസിന്റെ വേരിയന്റ് ഉണ്ടല്ലോ, അതാണ് മോസ്റ്റ്ലി എല്ലാത്തിനും റിപ്പോർട്ട് അയക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ അടുത്ത ന്യൂസ് പറയാൻ പോകുന്നത് സാംസങ്ങിന്റെ ഒരു ന്യൂസ് തന്നെയാണ്. നമ്മുടെ സാംസങ് ഗാലക്സി S25 ഓൾമോസ്റ്റ് ഇപ്പോൾ ലോഞ്ച് ആവാൻ നിൽക്കുകയാണല്ലോ. അപ്പൊ അതിൽ നമുക്ക് ഇനി വരാൻ പോകുന്നത് എല്ലാം എക്സിനോസ് പ്രോസസ്സറാണ്. അത് കുറെ പേർക്ക് ഇഷ്ടമുണ്ടാവില്ല. എനിക്കും പേഴ്സണലി എക്സിനോസ് അത്ര പിടുത്തല്ല. പക്ഷേ ഇപ്പൊ സാംസങ് പുറത്തു വിട്ടേക്കുന്ന ഒരു സംഭവം എന്താ വെച്ചാൽ, നമ്മുടെ സാംസങ്ങിന്റെ S25 സീരീസിൽ വരുന്ന 3 നാനോമീറ്റർ എക്സിനോസ് 2500 പ്രൊസസ്സർ നമ്മുടെ സ്നാപ്ഡ്രാഗൺ 8 Gen 4 വരെ വെട്ടിക്കുന്നതാണ് പറഞ്ഞേക്കുന്നത്, പ്രത്യേകിച്ച് പവർ എഫിഷ്യൻസി മോഡലിൽ. അപ്പൊ അതൊരു കിടിലൻ അപ്ഡേറ്റ് തന്നെയാണ്. ഇവർ ആക്ച്വലി നമ്മുടെ എക്സിനോസ് പ്രൊസസ്സേഴ്സ് ഭയങ്കരമായിട്ട് ഇംപ്രൂവ് ചെയ്തിട്ടൊക്കെ വരുന്നുണ്ട്. ഇപ്പൊ റീസെന്റ് ഇറങ്ങിയ എക്സിനോസ് പ്രൊസസ്സറും അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്രൊസസ്സർ. പക്ഷെ എക്സിനോസിന്റെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ, നമുക്ക് അത് പഴകും തോറും ആ സാധനത്തിന് ത്രോട്ടിലിങ്ങും സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. അതാണ് ഒരു മെയിൻ പ്രോബ്ലം എക്സിനോസിന്റെ. അപ്പൊ ഇത് ഓൾമോസ്റ്റ് 99% കൺഫേം ആണ്. നമ്മുടെ S25 സീരീസ് ഉണ്ടല്ലോ, ഇപ്പൊ നിങ്ങൾ എൻ്റെ S23 ഡിവൈസിൽ നമ്മൾ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് സംഭവങ്ങളൊക്കെ വന്ന് നിങ്ങൾ കണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഐഫോണിലും നമ്മൾ അപ്ഡേറ്റ് സംഭവങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഈ ചാനലിൽ നമ്മളിപ്പോൾ വീഡിയോ ഉള്ളത് നമ്മുടെ പുതിയ ചാനലാണ്. ഇതിൽ നമ്മുടെ ടെക്നിക്കൽ ന്യൂസും മൂവി ന്യൂസും ഫിലിം ന്യൂസും അതുപോലെ തന്നെ ഫൈനാൻസ് ന്യൂസ് ഒക്കെ ചെയ്യുന്ന സംഭവമാണ്. അപ്പോൾ ഇൻഫോർമേറ്റീവ് സാധനങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ എൻ്റെ ഇതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലെ S23 നമ്മുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വന്നപ്പോൾ S23 സീരീസിനും ഇതുപോലെ ചെറുതായിട്ട് ബഗ് ഫിക്സസും ഫിംഗർ പ്രിന്റ് വർക്കിംഗ് ഇഷ്യൂസ് ഒക്കെ വന്നിട്ടുണ്ട്. അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി യൂറോപ്യൻ മാർക്കറ്റിലാണ് റിപ്പോർട്ട് ആക്കുന്നത്. ഇന്ത്യയിലൊന്നും ഇതുവരെയായിട്ടൊന്നും റിപ്പോർട്ട് എനിക്കും പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ ഓൾറെഡി S21 FE ഉണ്ടായിരുന്നു. ഞാനത് എക്സ്ചേഞ്ചിലാണ് S23 നമ്മുടെ സാംസങ്ങിന്റെ സെക്കൻഡറി ഡിവൈസാണ്. എൻ്റെ പ്രൈമറി ഐഫോൺ തന്നെയാണ്. ഞാൻ പക്ഷെ സ്വിച്ച് ചെയ്താലെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇത് സ്വിച്ച് ചെയ്യണമെങ്കിൽ കുറച്ച് പാടാണല്ലോ. എൻ്റെ മെയിൻ സംഭവങ്ങളൊക്കെ നമ്മുടെ ഐഫോണിലാണ്. അപ്പോൾ എന്തായാലും മാക്ബുക്ക് ഉള്ളതുകൊണ്ട് നമ്മൾ സുഖമായിട്ട് ഇങ്ങനെ ഇക്കോസിസ്റ്റ് ആയതുകൊണ്ട് ഇങ്ങനെ മാറ്റിക്കൊണ്ട് പോകുന്നത് വെച്ചാൽ, നമ്മൾ പേഴ്സണലി ഉപയോഗിക്കുന്നത് വിൻഡോസ്, എൻ്റെ രണ്ട് വിൻഡോസ് ലാപ്ടോപ്പുകളുണ്ട്. ലാപ്ടോപ്പ് കൊണ്ട് ഒരു ഡെസ്ക്ടോപ്പ് ഉണ്ട്, നിങ്ങൾക്ക് കാണുന്നതായിരിക്കും. ഇത് നമ്മുടെ 32 ഇഞ്ചിൻ്റെ ഇതിലാണ് നമ്മൾ നോർമലി എഡിറ്റിംഗ് സംഭവങ്ങളൊക്കെ ചെയ്യാറ്. എൻ്റെ പിന്നെ ഒരു Asusന്റെ ഒരു ഗെയിമിംഗ് എഡിഷൻ ടഫ് സീരീസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മാക്ബുക്ക് ഞാൻ നോർമലി നമ്മുടെ ഓഫീസ് പർപ്പസിനൊക്കെ ഉപയോഗിക്കാറുള്ളതാണ്. എന്ന് വെച്ചാൽ എനിക്ക് മാക്കിൽ ഒന്നും കയറിയിരിക്കും, മാക്കിൽ സോഫ്റ്റ്വെയർ നമ്മൾ കിട്ടാൻ കുറച്ച് എക്സ്പെൻസീവ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല, നമ്മുടെ ഒഫീഷ്യൽ പർപ്പസിന് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രൈമറി ഞാൻ ആ സമയത്തൊക്കെ ഞാനിപ്പോൾ മാറ്റി ഓൾമോസ്റ്റ് ഞാൻ ഒഫീഷ്യൽ യൂസിനൊക്കെ ആ സാധനം മാറ്റിയിട്ടുണ്ട് ഓൾമോസ്റ്റ്. എന്ന് വെച്ചാൽ എനിക്ക് ഒന്നാമത് സ്ക്രീൻ ചെറുതാണ്, 13 ഇഞ്ചിൻ്റെ ആണല്ലോ, എയർ സീരീസാണ്. അപ്പോൾ നമുക്ക് അതിന് സ്ട്രെയിൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ 32 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ഡെസ്ക് മോണിറ്റർ വാങ്ങിച്ചിട്ട് നമ്മൾ ഇതിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ അങ്ങോട്ട് കണക്ട് ചെയ്യുമ്പോഴും എനിക്കറിയാം മാക് ഓയസിലും രണ്ടും ഉപയോഗിക്കുന്നതുകൊണ്ട്, വിൻഡോസും മാക്കും ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ആകെ രണ്ടും തലതിരിഞ്ഞിട്ടാണല്ലോ. മൗസ് ഉപയോഗിക്കുമ്പോൾ തന്നെ ആകെ തലതിരിഞ്ഞിട്ടാണ്. അപ്പോൾ ആകെ കൂടി കൺഫ്യൂഷൻ ആയതുകൊണ്ട് ഞാനിപ്പോൾ മാക്ക് ഇതിൽ കുത്തിയിട്ട് ഉപയോഗിക്കാറില്ല. അപ്പോൾ അത് ഭയങ്കര ചെറിയ സ്ക്രീനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഞാൻ ഉപയോഗം ഭയങ്കര കുറച്ചൊക്കെ. ഇപ്പോൾ ബാക്കി എല്ലാ വിൻഡോസിലേക്ക് തന്നെയാണ്. ഇപ്പോൾ ഞാൻ ഒഫീഷ്യൽ യൂസേഴ്സും ഇപ്പോൾ നമ്മുടെ Asusന്റെ ടഫ് സീരീസിലേക്ക് മാറ്റി. ഗെയിമിങ് ഇപ്പോൾ അത്ര സമയമൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ഗെയിമിംഗ് ഒക്കെ കുറച്ച് നിർത്തി. ആദ്യം നമ്മുടെ രണ്ടാമത്തെ ചാനൽ തുടങ്ങിയ സമയത്ത് നമ്മൾ ആക്ച്വലി വാങ്ങിച്ച ലാപ്ടോപ്പാണ് നമ്മുടെ Asusന്റെ ടഫ്. അപ്പോൾ അതിൽ ഞാൻ ആദ്യം കുറച്ച് കുറേ വീഡിയോസ് ഗെയിംസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഓൺലൈൻ. പക്ഷേ എല്ലാ സമയം കിട്ടുന്നില്ല കളിക്കാൻ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനൽ മാത്രമേ കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യട്ടെ. അടുത്ത വീഡിയോ കാണാം. ബൈ.